മഴയുടെ തമ്പുരു മീട്ടി നിന്നാകാശം മധുരമായ ആർദ്രമായി പാടി എന്നൊക്കെയുള്ള പാട്ടൊക്കെ ഇട്ട് ഗ്ലാസുകൾ കയറ്റി വെച്ച് AC-യിൽ വൈപ്പർ ഇട്ട് വേണമെങ്കിൽ ഒരു മൂളിപ്പാട്ടും പാടി വണ്ടി ഓടിച്ച് ഈ മഴക്കാലത്ത് പോകുന്നവർക്ക് മഴ ഗൃഹാതുരമായൊരു ഓർമ്മയായിരിക്കും. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് തെരുവിലിറങ്ങി നടക്കുമ്പോൾ, മുട്ടറ്റം വെള്ളത്തിൽ നടക്കുമ്പോൾ ആ വെള്ളത്തിലൂടെയുള്ള നടത്തം കുട്ടിക്കാലത്തിൻ്റെ ഗൃഹാതുരമായ ഓർമ്മയല്ല അവരിലേക്ക് കൊണ്ടുവരിക. ഓരോ ദിവസവും ടെലിവിഷൻ ചാനലുകളിൽ വെള്ളപ്പൊക്കത്തിൽ മുട്ടറ്റം നനഞ്ഞ് നടന്നു നീങ്ങുന്ന സാധാരണക്കാരായ കൂലിപ്പണിക്കാരായ തൊഴിലാളികളായ യാത്രക്കാരുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് കണ്ട് മഴയുടെ മനോഹരമായ ദൃശ്യമെന്ന് വിചാരിക്കുന്നവരോട് പറയാനുള്ളത്, കൊച്ചിയിലെ മലവും മൂത്രവും കാനയിൽ നിന്നുള്ള ചെളിവെള്ളവും എലികളുടെയും മറ്റും കാഷ്ടങ്ങളും എല്ലാം നിറഞ്ഞ അങ്ങേയറ്റം മാലിന്യം നിറഞ്ഞ ഒരു വെള്ളത്തിലാണ് അവരുടെ കാലുകൾ, ഇരു കാലുകളും സ്പർശിച്ചുകൊണ്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ മഴക്കാലത്തിന് തൊട്ട് പിറകെ വരാൻ പോകുന്ന ഡെങ്കിപ്പനിയുടെയും പ്ലേഗിൻ്റെയും ഒക്കെ സൂചനകൾ അതിനകത്തുമുണ്ട്. അതുകൊണ്ട് ഷൂസ് ഇട്ടായാലും ചെരുപ്പിട്ടായാലും നടന്നു പോകുന്നവരുടെ കാലുകളിലേക്ക് അരിച്ചിറങ്ങുന്നത് കൊച്ചിയുടെ മുഴുവൻ മാലിന്യവുമാണ്. ഞങ്ങളുടെ ജീവിതത്തെ നിങ്ങളൊരു മാലിന്യ കൂമ്പാരമാക്കി മാറ്റിയല്ലോ, ആ മാലിന്യ കൂമ്പാരത്തിൽ പെയ്തു വീണ മഴയിൽ ഞങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണല്ലോ എന്ന് ജനം തിരിഞ്ഞു നിന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയേണ്ടത് മലിനീകരണ നിയന്ത്രണ ബോർഡ് മാത്രമല്ല, കൊച്ചിൻ കോർപ്പറേഷൻ മാത്രമല്ല, അതാത് നഗരങ്ങളിലെ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും മാത്രമല്ല, സർക്കാരും മാത്രമല്ല, ജനവും കൂടിയാണ് എന്നുള്ള ചോദ്യമാണ് ഇന്ന് കോടതിയിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. കൊച്ചിയിലെ വെള്ളക്കെട്ടിനെക്കുറിച്ച് പരോക്ഷമായിട്ടുള്ള വിമർശനം നടത്തുകയുണ്ടായി ഇന്ന് ഹൈക്കോടതി. ആ വിമർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, മഴ വന്ന് ഉച്ചിയിൽ നിൽക്കുമ്പോഴാണോ ഇടപെടുന്നത് എന്നാണ് കോടതി ചോദിക്കുന്നത്. ഒപ്പം തന്നെ മാലിന്യം വലിച്ചെറിയുന്നവരെയും കുറ്റം പറയണമെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. കാരണം ഒരു ദിവസം എത്രയൊക്കെ സഹകരിച്ച് കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തകരോ മാലിന്യങ്ങളെല്ലാം എടുത്തു മാറ്റി നഗരത്തെ ഗ്രാമത്തെ വൃത്തിയാക്കിയാലും പിറ്റേ ദിവസം സ്കൂട്ടറിൽ പാഞ്ഞു വന്ന് മാലിന്യമിടുന്നവർ, ഒളിച്ചും പാത്തും പതുങ്ങിയും വന്ന് സ്വന്തം വീട്ടിലെ മാലിന്യം തെരുവിൽ നിക്ഷേപിക്കുന്നവർ, അവർ കൂടി ഉൾപ്പെടുന്നു. അവർ കൂടി ഇട്ട മാലിന്യത്തിൽ മേൽ പെയ്ത മഴയുടെ വെള്ളത്തിൽ ചവിട്ടിയാണ് ജനം നടക്കുന്നത്. അതുകൊണ്ട് ജനം കൂടി ഉത്തരവാദിത്വം കാണിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള വലിയ ചോദ്യമാണ് ഇന്ന് കോടതി ഉയർത്തിയിരിക്കുന്നത്.